ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഈസ്റ്റ് കോസ്റ്റ് ഏരിയയിലേക്കാണ് പോകുന്നത്. അവിടെ പ്രധാനമായിട്ടും ഉള്ളത് ബീച്ചുകളും അതുപോലെ പനങ്കാടുകളുമാണ്. അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങുന്നത് പനങ്കാടിൽ നിന്നാണ്. അവിടെ എനിക്ക് പരിചയമുള്ളൊരു അപ്പച്ചനിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ഞാൻ എല്ലാവരുടെയും ഒരുപാട് പേരുടെ സജഷൻ അനുസരിച്ച് ഞാൻ ആദ്യം ചെയ്ത അപ്പച്ചനെ വീണ്ടും കണ്ടുമുട്ടി. അദ്ദേഹത്തിനോട് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. വളരെ സന്തോഷമായിപ്പോയി. ഒരുപാട് റീച്ച് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീണ്ടും ഇങ്ങനെ തേടി നടന്ന് ആളെ കിട്ടി. അങ്ങനെ കണ്ടുപിടിച്ചു. ഇവിടെയുണ്ട് ആള്. അന്നത്തെക്കാളും കുറച്ചുകൂടെ വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചുമ്മാ ഇരിക്കുന്ന അങ്ങനെ கண்டுமுட்டியதுல വളരെയധികം சந்தோஷம். இல்ல கொஞ்சம் பேசுறதுக்கு உங்களை பார்க்கறது தானே எவ்வளோ நாள் கழிச்சுதான் நீங்க பார்த்துருக்கு. உങ്ങളെ ഇപ്പത്താൻ பார்த்துருக்கு. അപ്പൊ കുറച്ച് നാള് കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ കണ്ടത്. ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. നീ അന്ന് എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ട് പിന്നെ നിന്നെ കണ്ടില്ലല്ലോ, നീ എന്താ വരാത്തെ എന്നൊക്കെ ചോദിച്ചു. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പം ഞാന് പറഞ്ഞു പതനി കാച്ചുന്ന. അപ്പൊ പറഞ്ഞു പതനി കാച്ചുന്നത് ഇനിയിപ്പോ ഈ സമയത്ത് നടക്കത്തില്ല. എപ്പോഴാ പതനി കാച്ചുന്നത്? എപ്പോ പതനി? ഫെബ്രുവരി മാർച്ചിലാണ് പതനി കാച്ചാൻ പോകുന്നത്. അപ്പൊ ആ സമയത്ത് വാ. ആ സമയത്ത് നീ വരുന്നത്. എപ്പോ സ്റ്റാർട്ടാവും? എപ്പോ ആരംഭിക്കും ഇത് പതനി കാച്ചുന്നത്? കാലയിലെ ആരംഭിക്കുമോ? അപ്പൊ രാവിലെ ആരംഭിക്കും. അതായത് പതനി എടുത്തോണ്ട് വന്നിട്ട്, പനേന്ന് എടുത്തോണ്ട് വന്നിട്ട് രാവിലെ തന്നെ ഇത് കാച്ചാനായിട്ട് ആരംഭിക്കും. അപ്പൊ നമ്മള് ഒരു രാവിലെ ഒരു 7 മണി 6 മണിക്കെങ്കിലും ഇവിടെ വരണം. വന്നാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അതുപോലെ വലിയൊരു പ്രോസസ്സാണ്. അപ്പം ആ സമയത്ത് വേണം നമ്മള് വരാനായിട്ട്. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആ സമയത്ത് വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇനി എന്റെ പ്ലാൻ എന്താന്ന് ചോദിച്ചാല്, അപ്പൊ അന്ത ടൈമില് വരും. അന്ത ടൈമില് കാലയിലെ വരണം. കാലയിലെ വന്നാത്താൻ പതനി കാച്ചി ശർക്കര, കരിപ്പെട്ടി ശർക്കരയുണ്ട്, അത് ഉണ്ടാക്കുന്ന വിധം മൊത്തം അദ്ദേഹം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട് അന്ന് എങ്ങനെ കണ്ടോ അതുപോലെ തന്നെയാണ്. യാതൊരു മാറ്റവും ഇല്ല. അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനകത്താണ് പതനി കാച്ചുന്ന ആ മുറി. അതൊക്കെ അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല. ഈ കുടില് വളരെ മനോഹരമാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പൊ അത് അന്ന് എങ്ങനെ സൂക്ഷിച്ചോ അതുപോലെ തന്നെ ഇന്നും അങ്ങനെ തന്നെയുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് ഏരിയയിലെ പ്രധാന വരുമാന മാർഗമാണ് കരിമ്പന. ഇവിടുത്തെ മനുഷ്യരുടെ പ്രധാന വരുമാന മാർഗം. ഇവിടുത്തെ സ്പെഷ്യൽ എന്നും പറയുന്നതും അതാണ്, കരിമ്പന. അതായത് പനനൊങ്ക്. നമ്മൾ തെങ്കാശിയിലൊക്കെ വരുമ്പോൾ ധാരാളം വാങ്ങിക്കഴിക്കുന്ന സാധനമാണല്ലോ പനനൊങ്ക്. അത് ഇവിടുത്തെ വലിയൊരു വ്യവസായ മാർഗമാണ്, അല്ലെ കൃഷി മാർഗമാണ്, അവരുടെ വരുമാന മാർഗമാണ്. അതാണ് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെ പതനി, അത് ഈ കരിമ്പനയിൽ നിന്ന് കിട്ടുന്ന തെങ്ങിൻ കള്ള് എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു പനങ്കള്ളാണ് പതനി. അതും നമുക്ക് തെങ്കാശി ഏരിയയിലോട്ടൊക്കെ പോയാൽ കിട്ടും. പക്ഷെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെയാണ്. കുടിൽ വ്യവസായവും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതാണ് ശരിക്കും ഇവിടെ. ഒരു കരിമ്പന തോട്ടത്തിൽ ഒരു കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുടില്, അതായത് കരിമ്പനയുടെ ഇല കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു കുടില്. ആ കുടിലിലാണ് ഇവര് പതനി കാച്ചി കരിപ്പെട്ടി ഉണ്ടാക്കുന്നത്. കരിപ്പെട്ടി നിർമ്മാണത്തിൽ ഫസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഈസ്റ്റ് കോസ്റ്റ് ഏരിയ. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വ്യവസായ വരുമാന മാർഗമാണ് ഈ കരിപ്പെട്ടി വ്യവസായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പതനി അവരെടുത്തതിന് ശേഷം ദിവസവും പോയി കളക്ട് ചെയ്തെടുക്കും തെങ്ങിൻ്റെ പനയുടെ മുകളിൽ നിന്ന്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വഴറ്റിയെടുത്താണ് ഈ കരിപ്പെട്ടികൾ ഉണ്ടാക്കുന്നത്. ഈ കരിപ്പെട്ടികൾ ഓരോന്നും ഉണ്ടാക്കാൻ വേണ്ടി അവർ ഓരോ ചിരട്ടകളാണ് ഉപയോഗിക്കുന്നത്. ഈ ചിരട്ടയിൽ ഈ വഴറ്റിയെടുത്ത കരിപ്പെട്ടി, ഈ പതനി വഴറ്റിയെടുത്ത ആ ചാറ് ഈ ചിരട്ടയ്ക്കകത്ത് ഒഴിക്കും. ചിരട്ടയ്ക്കകത്ത് ഒഴിച്ച് ഒരു ദിവസം അവർ വെച്ച് കഴിയുമ്പോൾ അത് ഉറഞ്ഞ് സെറ്റായി നല്ല ആകൃതിയിലുള്ള, ചിരട്ടയുടെയൊക്കെ ആകൃതിയിലുള്ള കരിപ്പെട്ടിയായി മാറും. ഇത് ഇവർ ചെറിയ ചെറിയ ഈ കരിമ്പനയുടെ ഇല കൊണ്ട് തന്നെ നിർമ്മിച്ച ഒരു കൂടയുണ്ട്.
അതിലേ അവർ വിൽക്കത്തുള്ളൂ. അതിലൊക്കെ വെച്ച് വിൽക്കാൻ വേണ്ടി വെക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ്. അത് മാത്രമല്ല, ആ ഒരു കരിമ്പനയിൽ നിന്ന് കിട്ടിയ കരിപ്പെട്ടി എന്നുള്ള ഒരർത്ഥത്തിൽ അവർ ആ കൂടകളിൽ നിറച്ച് ഈ ഈസ്റ്റ് കോസ്റ്റ് ഏരിയയിലും ഏത് കടകളുടെ മുമ്പിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ചെറിയ ചെറിയ കുടിലുകളുടെ മുമ്പിലും കാണാൻ കഴിയും. ഇവിടുത്തെ ശരിക്കുമുള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിന് അടുത്തായിട്ട് കരിമ്പന തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ കരിമ്പന തോട്ടങ്ങളും ഇങ്ങനെ ഓരോ ആ പനയുടെ ഇതുണ്ടല്ലോ, ഇലയുടെ തണ്ടുണ്ടല്ലോ, ആ തണ്ടുകൾ ഉണക്കി അടുക്കി അടുക്കി ആണ് ചുറ്റും ഓരോ മതിലുകളാക്കി വെച്ചിരിക്കുകയാണ്. ആ മതിലുകൾ കൊണ്ട് തീർത്ത ഓരോ സ്ക്വയർ ആയിട്ടുള്ള കരിമ്പന തോട്ടം. ആ കരിമ്പന തോട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-150 കരിമ്പനകളോളം കാണും. കൂടെ ഒരു 2-3 കുടിലും കാണും. ഈ കുടിലിലാണ് ഇവർ വന്ന് താമസിച്ച്, ഇവരുടെയൊക്കെ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയധികം ദൂരെയുള്ളതാണ്. പക്ഷേ അവർ ഈ കുടിലുകളിൽ വന്ന് താമസിച്ച് ദിവസങ്ങളോളം ഇവിടെ താമസിച്ച് ഈ പതനി മുഴുവൻ കളക്ട് ചെയ്തെടുത്ത് അത് വാറ്റി വഴറ്റിയെടുത്താണ് അവർ കരിപ്പെട്ടി ഉണ്ടാക്കുന്നത്. അവരുടെ സാഹചര്യങ്ങളെന്ന് പറയുന്നത് ഇവിടെ കറണ്ടില്ല, അവരുടെ കുടിലിൽ കറണ്ടുകളോ അങ്ങനെയുള്ള ഒന്നുമില്ല. അവരതെല്ലാം എന്താ പറയുക, അവരത് എല്ലാം വകവയ്ക്കാതെ ഈ കടലിൽ നിന്ന് കിട്ടുന്ന മീനും അതുപോലുള്ള മീനൊക്കെ എടുത്ത് അവർ കറി വെച്ച് അങ്ങനെ ഇവിടെ തൊട്ടടുത്തു നിന്ന് തന്നെ അരിയൊക്കെ വാങ്ങി ഇവിടെ തന്നെ വെളിയിലാണ്, അടുക്കള പോലും അവർക്കില്ല. അതായത് കുടിലിനകത്തുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. വീടിൻ്റെ വെളിയിൽ തന്നെ അവർ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കുട്ടികളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ ഇവിടെ ഇങ്ങനെ താമസിക്കുകയാണ്. ഇടയ്ക്കൊക്കെ കുട്ടികൾ വെളിയിൽ അവിടെ ഗ്രാമങ്ങളിൽ പോയി പഠിക്കാനൊക്കെ പോകും. പക്ഷേ അവരുടെ ശരിക്കുമുള്ള തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിപ്പെട്ടി ആയതുകൊണ്ട് തന്നെ കുടുംബങ്ങളായിട്ട് വന്നിട്ട് ഇവിടെ താമസിച്ച് കരിപ്പെട്ടി നിർമ്മിക്കുകയാണ്.